പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്കയ്ക്ക് മാത്രം അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയെ പൂർണ്ണമായും തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു നികുതി ഘടന കൊണ്ടുവന്നുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല. പീയൂഷ് ഗോയൽ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതിൽ നിന്ന് ഒരു കാര്യവും വ്യക്തമായിട്ടില്ല. ആ കരാറിൻ്റെ ഉള്ളടക്കം എന്താ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ആകെ മൂന്ന് പേരുടെ പ്രതികരണങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ്. എന്താ ബ്രൂക്ക് റോളിൻസ് പറയുന്നത്? അമേരിക്കയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി കണ്ടെത്താൻ പോകുന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പറയുന്നത് അമേരിക്കയിലെ കൃഷി മന്ത്രിയാണ്, അവിടെ സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. 2, കരോളിൻ ലെവിറ്റ് വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയാണ്. ഈ കരാർ അമേരിക്കയ്ക്ക് താല്പര്യമേകുന്നതാണ്, ആഘോഷിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി ജെമിസൺ ഗ്രീൻ വ്യാപാര പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തീരുവ പൂർണ്ണമായിട്ടും ഇന്ത്യ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പഴവും പച്ചക്കറിയും ഇന്ത്യയിലേക്ക് യഥേഷ്ടം കൊണ്ടുവരാമെന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു കണക്ക് പറയാം. ഈ പച്ചക്കറികൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി തുറന്നു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദർഭ റീജിയനിൽ എത്ര മരണം സംഭവിച്ചുവെന്നും അതിന് തൊട്ട് മുമ്പുള്ള കാലയളവുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസൺ ഞെട്ടിക്കുന്ന കമ്പാരിസണാണ്. 2004 മുതൽ 2014 വരെ യുടെ ഭരണകാലത്ത് വിദർഭയിൽ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന് 9671 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2015 മുതൽ 23 വരെയുള്ള 8 വർഷം കൊണ്ട് 10122 കർഷകർ ആത്മഹത്യ ചെയ്തു. ഓർമ്മിക്കണം, 879 കർഷകർ ഒരു വർഷം ആത്മഹത്യ ചെയ്തു UPA സർക്കാരിൻ്റെ കാലത്തെങ്കിൽ അത് 1125 കർഷകരായിട്ട് മാറി പ്രതിവർഷം വിദർഭയിൽ മാത്രം. ഇന്ത്യ രാജ്യത്തെ കണക്കെടുത്താൽ മോദി സർക്കാരിൻ്റെ ആദ്യത്തെ 8 വർഷം 1,00,000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത നാടാണ് ഇന്ത്യ. ആ നാട്ടിലേക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന രീതിയിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും നികുതി ഇളവ് നൽകി ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? മോദി മിണ്ടിയോ ഒരക്ഷരം? പീയൂഷ് ഗോയൽ മിണ്ടിയോ ഒരക്ഷരം? ഇന്ത്യയിലെ കൃഷി വകുപ്പ് മന്ത്രി മിണ്ടിയോ ഒരക്ഷരം? മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒളിച്ചു കടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. എത്രയോ തവണ കാർഷികോൽപ്പന്നങ്ങളുടെ നികുതി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ന്യൂസിലൻഡിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ന്യൂസിലൻഡിൽ വേണ്ടി ആപ്പിൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പറഞ്ഞു, ആപ്പിൾ കർഷകരെ നിരാശപ്പെടേണ്ട, നികുതി കുറവ് ചെയ്യില്ല. പിന്നീട് രഹസ്യമായി 25% കുറവ് ചെയ്ത് കൊടുത്തു ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന ആപ്പിളിന് വേണ്ടിയിട്ട്. അമേരിക്കയിലെ വാൽനട്ട്, ബദാം പ്രോഡക്ട്സിന് ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. രഹസ്യമായി ആരും അറിയാതെ നികുതി ഇളവ് ചെയ്ത സംവിധാനം ഉണ്ടാവുന്നു. ASEAN കരാർ പോലും ലംഘിച്ചുകൊണ്ട് പാം ഓയിലിന് നികുതി ഇളവ് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യ കരാറുകളിൽ ഏർപ്പെടുക. അമേരിക്കയുമായി എന്ത് രഹസ്യ കരാറാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ടല്ലോ, ഈ കരാറിലെ വ്യാപാര മിച്ചത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ധാരാളം പറയുന്നുണ്ട്. വ്യാപാര മിച്ചം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകാൻ പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇപ്പോൾ നമുക്ക് വ്യാപാര കരാറുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ 3.69 ലക്ഷം കോടി രൂപ ഇപ്പോൾ ട്രേഡ് സർപ്ലസ് ഉള്ള, വ്യാപാര മിച്ചമുള്ള നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന 50,000 കോടി US$ ഇറക്കുമതി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വ്യാപാര മിച്ചത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടാക്സിൻ്റെ കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാവും. ശരാശരി 2.5% ആയിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലുള്ള നികുതി, അഥവാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ എക്സ്പോർട്ട് ഡ്യൂട്ടി. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, അതിനുശേഷം പിന്നീട് 5 മുതൽ 10% വരെ ആവുന്നു. ഇപ്പോൾ വ്യാപാര യുദ്ധത്തിന് മുമ്പ് ശരാശരി 5 മുതൽ 15% വരെ ആയിരുന്നത് ഇപ്പോൾ 18% ഉയരുന്നു. അപ്പോൾ 2.5% ആവറേജിൽ നിന്ന് 5 മുതൽ 15% വരെ, അതിനുശേഷം വീണ്ടും വ്യാപാര യുദ്ധത്തിന് ശേഷം 18% വരെ. എന്നാൽ മറുഭാഗത്തോ ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി വിപണി തുറന്നുകൊടുത്ത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 0% നികുതിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അനീതിയാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പറയാണ്, ബംഗ്ലാദേശിനും പാകിസ്ഥാനേക്കാളും കൂടുതലാണ്, കുറവല്ലേ നമ്മൾക്ക് ചുമത്തിയിരിക്കുന്ന നികുതി? ബംഗ്ലാദേശിനും പാകിസ്ഥാനും എത്ര? 19%. നമുക്കെത്ര? 18%. പക്ഷേ മോദി ഒരു കാൽക്കുലേഷൻ മറന്നുപോയി. എന്താ കാൽക്കുലേഷൻ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൽപ്പാദന ചെലവ് ഇന്ത്യ അപേക്ഷിച്ച് 30% കുറവാണ്. 30% ഉൽപ്പാദന ചെലവ് കുറവുള്ള രാജ്യത്തിന് 1% മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോഴേയും 29% ലാഭം പാകിസ്ഥാനും ബംഗ്ലാദേശിനുമാണ്. ഈ കണക്കുകളാണ് ഇന്ന് മോദിക്ക് വേണ്ടി സർക്കാരും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം പരിഹാസ്യമായ രീതിയിലായിരുന്നു പ്രതിരോധം.